അപ്പോൾ ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത് സിമ്പിളായിട്ടുള്ള ഒരു ആപ്ലിക്കേഷനെ കുറിച്ചിട്ടാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മണി ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അഡാർ ഐറ്റം ആപ്ലിക്കേഷനാണ് എല്ലാവർക്കും ഇവിടെ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണുന്ന ഇവിടെ ഫസ്റ്റത്തെ അതിൽ തന്നെ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും 4 മിനിറ്റ് 22 സെക്കൻഡ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് വിഡ്രോവൽ അഥവാ ക്യാഷ് ഔട്ട് നടത്താനായിട്ട് പറ്റും എന്നുള്ളതാണ് അവർ ഉറപ്പ് തരുന്നത്. അഥവാ 4 മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്തുകൊണ്ട് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതിലേക്കൊക്കെ എങ്ങനെ എത്തുക? വളരെ സിമ്പിളായിട്ടുള്ള ടാസ്കുകൾ, ഗെയിമുകൾ, അതോടൊപ്പം തന്നെ വീഡിയോസ് ഇതൊക്കെ കണ്ടുകൊണ്ട് നമുക്ക് 4 മിനിറ്റിൻ്റെ ഉള്ളിൽ ക്യാഷ് ഔട്ട് ചെയ്യാൻ പറ്റുന്ന ഈ ഒരു അഡാർ ഐറ്റം ആപ്ലിക്കേഷൻ്റെ മുഴുവൻ ഡീറ്റെയിലിംഗ് ആണ് നമ്മുടെ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന ഈ ഒരു ചാനൽ നിങ്ങൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. മാത്രമല്ല ഇതിനെപ്പോലെ തന്നെ നല്ല ആപ്ലിക്കേഷൻസ് നമ്മൾ മറ്റ് ആപ്ലിക്കേഷൻസൊക്കെ നമ്മൾ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ ഒരു ആപ്ലിക്കേഷൻസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻസിൻ്റെ ഒക്കെ ടാസ്കും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മളെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിലാണ്. അതിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും ഒക്കെ നിങ്ങൾ ജസ്റ്റ് നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ജസ്റ്റ് ജോയിൻ ചെയ്യുക. മാത്രമല്ല നമ്മുടെ ടെലഗ്രാമിലൂടെ നമ്മുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇതിൻ്റെയൊക്കെ വിഡ്രോവൽ സെഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിൽ കൊടുക്കാറുണ്ട്. അതിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കുക. അതൊക്കെ നിങ്ങൾക്ക് കൂടുതൽ യൂസ്ഫുള്ളായിട്ട് വരും. ഓക്കെ, ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് എങ്ങനെയാണ് ഇതിൽ രജിസ്റ്റർ ചെയ്ത് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ഏണിംഗ് നൗ എന്നുള്ളൊരു ബട്ടൺ നിങ്ങൾക്ക് കാണാം, അല്ലെങ്കിൽ മുകളിൽ സൈനപ്പ് എന്നുള്ള ഓപ്ഷനും കാണാനായിട്ട് പറ്റും. ആ സൈനപ്പ് എന്നുള്ള ഓപ്ഷനിൽ കയറിക്കൊണ്ട് നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷന് ജസ്റ്റ് ഒന്ന് സൈനപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, സൈനപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആകെ ആവശ്യമുള്ളത് ജസ്റ്റ് ഒരു ഇമെയിൽ ഐ ഡി, അതോടൊപ്പം തന്നെ ഒരു യൂസർ നെയിം നമ്മൾ സെറ്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ പാസ്വേഡും ആ പാസ്വേഡ് കൺഫേം പാസ്വേഡായിട്ട് കൊടുത്ത് ഐ ആം നോട്ട് എ റോബോട്ട് എന്നുള്ള ആ ഒരു ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനായിട്ട് പറ്റും. അല്ലാത്ത പക്ഷം നിങ്ങളുടെ ജിമെയിൽ വെച്ചിട്ട് സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് ഇവിടെ സൈനപ്പ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഞാനതിൽ സൈനപ്പ് വിത്ത് ഗൂഗിൾ എന്നുള്ള ഓപ്ഷനിലേക്കാണ് പോകുന്നത്. ജസ്റ്റ് എൻ്റെ ഗൂഗിൾ ഐ ഡി വെച്ച് സൈനപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെ ഗൂഗിൾ ഐ ഡി കണ്ടിന്യൂ ചെയ്യാനുണ്ടാവും, കൺഫേം ചെയ്യാനുണ്ടാവും. ജസ്റ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് ആപ്ലിക്കേഷനിൽ ഓപ്പൺ ആയിട്ട് വരും. നിങ്ങൾക്ക് മുകളിൽ നമ്മൾ ഓപ്പൺ ആക്കിയതിൻ്റെ നമ്മുടെ കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിന് വേണ്ടിയിട്ട് ഗെറ്റ് ഇൻ എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ പ്ലേ സ്റ്റോറിൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കി വരുമ്പോൾ നമുക്കൊരു സ്ക്രാച്ച് കാർഡ് കിട്ടും. ആ സ്ക്രാച്ച് കാർഡ് ജസ്റ്റ് നമ്മളത് സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെയിം 5 കോയിൻസാണ് നമുക്കിവിടെ കിട്ടാനായിട്ട് പോകുന്നത്. ഇവിടെ വിന്നിങ് ക്ലെയിം സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് കാണാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ കോയിൻസും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇനി നമ്മൾക്ക് എങ്ങനെയാണ് ഇതിൽ ലെറ്റ്സ് ഏൺ മണി എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ള മണി ഏൺ ചെയ്യുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഇനി കാണിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ടാസ്കുകളുണ്ട്, ആപ്പ് ഗെയിംസ് ടാസ്കുകളുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കിവിടെ സർവീസും കാര്യങ്ങളും മുകളിലായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ ആ 2 രീതിയിലാണ് ഇപ്പോൾ നമ്മളിവിടെ ഏൺ ചെയ്യുന്നത് നിങ്ങളുടെ മുന്നിൽ കാണിക്കാനായിട്ട് പോകും. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് നിങ്ങൾ ഇവിടെ മുകളിൽ ഒരു 3 ബാർ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ 3 ബാറിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഏൺ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ അതിലുണ്ട്. അതിൽ ജസ്റ്റ് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഇവിടുത്തെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ ഇവിടെ ജസ്റ്റ് സൈഡിലേക്ക് ഇങ്ങനെ നീക്കിയാൽ മതി. അവിടെ 13 ഓഫർ വാൾസാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. സാധാ പോലെ ബാക്കിയുള്ള നമ്മൾ പരിചയപ്പെടുന്ന ഏകദേശം ആപ്ലിക്കേഷനിലൊക്കെ ഉള്ള പോലത്തെ ആപ്ലിക്കേഷനെയാണ് നമ്മളെപ്പോഴും കണ്ടുവരുന്ന ലൂട്ട് പ്ലേ, അതോടൊപ്പം തന്നെ ടോറോഡക്സ്, ആഡ് ഗേറ്റ് ഇന്ത്യ, അങ്ങനെ ടൈം വാൾ തുടങ്ങിയിട്ടുള്ള അനേകം നമ്മൾ പരിചയപ്പെടുത്തിയ ഒരുപാട് ആപ്ലിക്കേഷൻ തന്നെയാണ് ഇതിലും വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിലൂടെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും. അതോടൊപ്പം തന്നെ സർവേ പാർട്ട്നേഴ്സായിട്ട് വരുന്ന CPXും അതോടൊപ്പം തന്നെ ബിറ്റ് ലാബ്സൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ മുന്നേ പരിചയപ്പെടുത്തിയിട്ടുള്ള സിമ്പിളായിട്ടുള്ളൊരു ആപ്ലിക്കേഷൻസ് തന്നെയാണ്, അല്ലെങ്കിൽ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെയാണ് നമ്മളെ മുന്നിലുള്ളത്. ജസ്റ്റ് നമുക്ക് 1-2 സർവേസും 1-2 ഗെയിംസും ഞാൻ പെട്ടെന്ന് കാണിച്ചു. അതിൽ നമുക്ക് ഫസ്റ്റത്തെ CPX റിസർച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മുടെ സർവേ കംപ്ലീഷനിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കവിടെ സർവേസ് വരും.
അപ്പോൾ ഓരോ സർവേൻ്റെ കോയിൻസ് ഇവിടെ കാണാനായിട്ട് പറ്റും. 31 മിനിറ്റ്സ് ദൈർഘ്യമുള്ള ഈ ഒരു സർവേ 105 കോയിൻസാണ് നമുക്ക് തരാനായിട്ട് പോകുന്നത്. ഇങ്ങനെ ഓരോന്നിൻ്റെയും ടൈമും അതോടൊപ്പം തന്നെ അത് തരാൻ വേണ്ടി പോകുന്ന കോയിൻസും. ഇപ്പോൾ 20 മിനിറ്റ്സ് കൊണ്ട് 290 അങ്ങനെ നിങ്ങൾക്ക് ഇവിടെ പല സർവീസും കാണാനായിട്ട് പറ്റും. ഇവിടെ 26 മിനിറ്റ് കൊണ്ട് 1500 കോയിൻസോളം നല്ല റേറ്റിംഗ് ഉള്ള 4 സ്റ്റാർ റേറ്റിംഗ് ഉള്ള കോയിൻസാണ്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്ത് കൂടുതൽ കോയിൻസ് കിട്ടുന്ന ആപ്ലിക്കേഷൻസ് നിങ്ങൾ മാക്സിമം ചൂസ് ചെയ്തുകൊണ്ട് മാക്സിമം കളിക്കാനായിട്ട് ട്രൈ ചെയ്യാം. ഓക്കെ, അതോടൊപ്പം തന്നെ നമുക്കിവിടെ നമുക്ക് ലൂട്ട് പ്ലേ ട്രൈ ചെയ്യാം. ലൂട്ട് പ്ലേയിലും അതുപോലെ തന്നെ കുറച്ച് ടാസ്കുകളാണ് നമുക്കിവിടെ വരുന്നത്. ഇവിടെ പല രീതിയിലുള്ള ടാസ്കുകൾ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ഗെയിംസ്, പർച്ചേസ്, വീഡിയോസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടൊക്കെ നമുക്കിവിടെ ഏൺ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ ഓരോ ഓപ്ഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. ജസ്റ്റ് ഈ സംഭവം സൈനപ്പ് ചെയ്യുക, വാച്ച് വീഡിയോസ്, അഥവാ ആ ഒരു സംഭവം നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് ചെയ്ത് വീഡിയോ കാണാം, അത്രയേ ഉള്ളൂ. 3 വീഡിയോസാണ് അതിലുള്ളത്. ഗെയിമിംഗ്, ബിസിനസ് എന്ന് പറഞ്ഞുള്ള 3 ഗെയിമിംഗ്. അപ്പോൾ കണ്ടിന്യൂ ടു ഏൺ എന്നുള്ള ആ ഒരു ബട്ടണിലോ അല്ലെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ വാച്ച് വീഡിയോസ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് അതിലേക്ക് കടന്നുകൊണ്ട് അവിടെ സൈനപ്പ് ചെയ്തുകൊണ്ട് ഏൺ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ആദ്യം ഇവിടെ സൈനപ്പ് ചെയ്യുക, എന്നിട്ട് ആ വീഡിയോ നിങ്ങൾ കാണുക. അതിലേക്ക് ഞാൻ പോകുന്നില്ല. അത് നിങ്ങൾക്ക് ജസ്റ്റ് നമ്മളിപ്പോൾ മുന്നത്തെ സൈനപ്പ് പ്രോസസ്സുകൾ നടന്ന പോലെ തന്നെ നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് ചെയ്ത് വീഡിയോസ് കാണുക മാത്രമാണ് ചെയ്യേണ്ടത്. മാത്രമല്ല ഇവിടെ നിങ്ങൾക്ക് ബാക്കിയുള്ള ഓപ്ഷൻസിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ആഡ് ഗേറ്റ് വേ ആണെങ്കിലും ഇതൊക്കെ നിങ്ങൾക്ക് ആപ്ലിക്കേഷനിലൂടെ വീഡിയോസൊക്കെ വാച്ച് ചെയ്തുകൊണ്ടൊക്കെ ഏൺ ചെയ്യാനായിട്ട് പറ്റുന്ന അല്ലെങ്കിൽ ഗെയിം കളിച്ചുകൊണ്ടൊക്കെ ഏൺ ചെയ്യാൻ പറ്റാവുന്ന സിമ്പിളായിട്ടുള്ള ഗെയിംസ്. ഇതിപ്പോൾ നമുക്ക് ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ഒരു പസിൽ ജസ്റ്റ് അതിൽ ടാപ്പ് ചെയ്യുക, റീച്ച് ഇങ്ങനെ ഈ ഒരു ലെവലിലൊക്കെ റീച്ച് ചെയ്യുന്ന സമയത്ത് കിട്ടുന്ന കോയിൻസുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഇതിൽ ടാപ്പ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ ഗെയിമുകളൊക്കെ സിമ്പിളായിട്ട് കളിച്ചെടുക്കാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പോൾ അതൊന്നും മിസ് ചെയ്യേണ്ട. മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാൻ വേണ്ടി അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് വിഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ജസ്റ്റ് മുകളിലെ 3 ടാപ്പിൽ തന്നെ കൊടുത്തുകൊണ്ട് ക്യാഷ് ഔട്ട് എന്നുള്ളതിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആ ക്യാഷ് ഔട്ടിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ പല രീതിയിൽ നിങ്ങൾക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. പല രീതിയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ തന്നെ മനസ്സിലാവും. പേപ്പാലുണ്ട്, ഏതേരിയ ഉണ്ട്, ഡോഗോയിൻ ഉണ്ട്, ട്രോൺ ഉണ്ട്, UPI ഉണ്ട്. UPI പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്നേ ഉള്ളൂ. Paytm, Google Pay നമ്മൾ ആപ്ലിക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് UPI വെച്ചിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് ഗിഫ്റ്റ് കാർഡായിട്ടാണെങ്കിൽ ഇത്രയും ഗിഫ്റ്റ് കാർഡുകളും നമുക്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് റീചാർജ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ റീചാർജിങ് ഓപ്ഷൻ ഉണ്ട്. ഈ രീതിയിലൊക്കെ നമുക്ക് വിഡ്രോ ചെയ്തെടുക്കാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്കൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് UPI കൊടുത്തിട്ട് സേവ് UPI ID, നമ്മൾ ഒരു UPI ID കൊടുത്ത് സേവ് ചെയ്യുക. ആദ്യം സേവ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഇത് UPI ID എന്ന് കൊടുത്തതിന് ശേഷം എൻ്റർ ദി കോയിൻ എമൗണ്ട്, അഥവാ നിങ്ങൾക്ക് ഇവിടെ നമ്മളെ വാലറ്റിൽ എത്ര കോയിൻസ് ഉണ്ട് എന്നുള്ളത് നോക്കിയിട്ട് ജസ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യുക. 750 കോയിനാണ് മിനിമം. 50 രൂപയാണ് 750 കോയിൻസിൻ്റെ വാല്യൂ. 15,000 കോയിൻസാണ് നിങ്ങൾക്ക് മാക്സിമം വിഡ്രോ ചെയ്യുക. 1000 രൂപയാണ് നിങ്ങൾക്ക് മാക്സിമം വിഡ്രോ ചെയ്യാനായിട്ട് പറ്റുന്നത്. അവിടെ കൊടുത്തതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഇവിടെ 15,000 ആണെങ്കിൽ 15,000 എന്ന് അടിച്ച് അതിന് ശേഷം ഇവിടെ കാണും നിങ്ങൾക്ക് യു റിസീവ് ₹1000 ജസ്റ്റ് വിഡ്രോ എന്നെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ വിഡ്രോവലായിട്ട് വരും. ഇവിടെ ഇന്ത്യയിൽ കോയിൻസ് ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെ കോയിൻസ് ഏൺ ചെയ്തുകൊണ്ട് മണി മാക്സിമം എമൗണ്ട് ഏൺ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് എമൗണ്ട് ഏൺ ചെയ്യാൻ പറ്റാവുന്ന ഈ ഒരു അടിപൊളി പ്ലാറ്റ്ഫോം പരിചയപ്പെടുത്തിയ ഒരു ആപ്ലിക്കേഷൻ പരിചയപ്പെടുത്തിയ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അതിൻ്റെ മുന്നേ നമ്മളെ കമ്മ്യൂണിറ്റിയിലും ഒപ്പം തന്നെ ടെലഗ്രാമിലും ജോയിൻ ചെയ്യാൻ മറന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്തോളൂ. അതിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റും ടാസ്കുകളും ഓഫേഴ്സും ഗീവ് അവേഴ്സും ഒക്കെ നിങ്ങൾക്ക് എല്ലാ വീക്കിലും എല്ലാ ദിവസവും ടാസ്കുകളും കാര്യങ്ങളുണ്ട്. വീക്കിലി നമ്മൾ ഗീവ് അവേഴ്സും കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ അതിലേക്ക് ജോയിൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.